പാലക്കാട് നിന്നും വയനാട് വഴി മട്ടന്നൂരിന്റെ മണ്ണിലെത്തിയ മട്ടന്നൂരിന്റെ ജനകീയ ഡോക്ടർ എ ജോസഫ് സക്സസ് സ്റ്റോറിയിലെത്തുന്നു. വീടുകളിൽ പോയി രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകിയ കാലം, വീടുകളിൽ വെച്ച് പ്രസവമെടുത്ത ഓർമ്മകൾ. എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളൂ. നിന്ന് ഡെലിവറി ഒക്കെ എടുത്തിട്ടുണ്ട്. അന്നത്ര സൗകര്യമുള്ളല്ലോ, അങ്ങനെ ചില സ്മോൾ ഓപ്പറേഷൻസൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അന്നത് പറ്റുമായിരുന്നു, പേഷ്യൻസിന് സന്തോഷമായിരുന്നു. അങ്ങനെ സഹായം തേടി മുന്നിലെത്തിയ ഒരു മനുഷ്യനെയും വെറും കൈയോടെ തിരിച്ചയക്കാത്ത മനുഷ്യസ്നേഹി. ആദ്യമായി പാൻറ് ധരിച്ചതിൻ്റെയും നിരവധി പേർ മരിച്ച കുപ്പം ട്രെയിൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മകളുമായി ഡോക്ടർ ജോസഫ് എത്തുന്നു. പാളം തെറ്റുകയും ചെയ്തില്ല. ഈ ട്രെയിൻ തിരിച്ചു വിടുന്നത് അവർക്ക് തെറ്റിപ്പോയി. ഡ്രൈവർ വന്നത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കൂട് ചുളുക്കി അങ്ങനെ ഉണ്ടാവും. അതുപോലെ അതുണ്ടായിരുന്നു. മുമ്പിലായിരുന്നെങ്കിൽ ഇപ്പം ഇന്നും ഉണ്ടാവില്ല. 10-50 പേര് മരിച്ചു. തിരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പം ഒരു ബോർഡ് എടുക്കുക, അങ്ങനെ കുപ്പൻ ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടവർ. ഈ ഡാ പോലെ വളഞ്ഞ് ഒഴിഞ്ഞ് കൊക്കയിലോട്ടാണ് വീണത്. അപ്പോൾ അതിൽ മരിച്ചവരും മരിക്കുന്നവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. ഈ സങ്കടം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് സമാധാനിച്ചു. മറക്കാതെ കാണുക സക്സസ് സ്റ്റോറി.